സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ ഗും ഗുരുഭ്യോ നമ ഗം ഗണപതയേ നമ സം സരസ്വതീ നമ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേൽ. ത്രിമൂർത്തിശക്തിസംഭൂതാം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യനിലയാം ധ്യായേത് മൂകാംബികാം സദാ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വംശീധരം ഭുവനമോഹനമന്ദഹാസം പീതാംബരം ഗളതലേ വനമാലരമ്യം ശ്യാമാഭദേഹസുഭഗം വരപിഞ്ചമൗലിം ഗോപാലബാലമനിശം ഹൃദി ഭാവയാമി. വല്ലഭക്ഷോണീശുകീർത്തിമന്ദം നാരായണായേതി സദാ ജപന്തം ശ്രീകൃഷ്ണപാദാബ്ജമധുവ്രതം തം നമാമി നിത്യം. പിതരം കുമാരം ഗുരും കുമാരം പ്രണതോസ്മി നിത്യം. ശ്രീ അച്യുതം നതോസ്മി. ഋഷിഭ്യോ നമ സാധകേഭ്യോ നമ ഗുരുഭ്യോ നമ പിതൃഭ്യോ നമ പരമഭാഗവതേഭ്യോ നമ ഭക്തേഭ്യോ നമ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. 38ാമത് അഖില ഭാരത ഭാഗവത സത്രം ഇത്തരം ഒരു ദുർഘട സന്ധിയിലും വളരെ ഭംഗിയായി ഗുരുവായൂരപ്പൻ്റെ പ്രത്യേക വാത്സല്യത്തോടു കൂടി ഇതാ ആചരിക്കപ്പെടുകയാണ്, ആഘോഷമായി നടത്തപ്പെടുകയാണ്. ഭാഗവതത്തിൽ ഒരിടത്ത് ഭഗവാനെ വിശേഷിപ്പിക്കുന്നൊരു സന്ദർഭമുണ്ട്. വിഷ്ണു സർവോപായ വിധീശ്വര. ഭഗവാന് വലിയൊരു വിശേഷണം കൊടുക്കുകയാണ്. ഭഗവാൻ എങ്ങനെയാ ചോദിച്ചാൽ സർവോപായ വിധീശ്വര. എല്ലാ ഉപായങ്ങളും നന്നായിട്ട് അറിയണ ആളെന്നാ. മോഹിനി അവതാരത്തിൻ്റെ ആ സമയത്താണ് സൂചന. അപ്പോൾ ഒരു മാർഗവുമില്ല എന്ന് വരുന്ന സമയത്ത് പ്രകാശിതക്കോപി നവീന മാർഗ, പുതിയ മാർഗങ്ങളെ തന്നുകൊണ്ട്. എന്താ ഭഗവാൻ തന്നെ അങ്ങനെയാണല്ലേ, പ്രതിനിമിഷ നവീനായ. അനുനിമിഷം പുതിയ 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 സ്വരൂപങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണ ഗുരുവായൂരപ്പൻ. ഏതൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ശരി, അവിടെയൊക്കെ ഭഗവാന്റെ അനുഗ്രഹം വാത്സല്യമായിട്ട് നമ്മളിലേക്ക് പെയ്തിറങ്ങുന്നു എന്നാണ് അനുഭവം. പറഞ്ഞു വന്നത്, ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും അതിമനോഹരമായി ഇതാ ഓൺലൈനായിട്ട് ഭാഗവത സത്രം മുന്നോട്ട് പോകുന്നു. ആ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സത്രം എന്ന വാക്ക് സജ്ജനങ്ങളെ ത്രാണനം ചെയ്യുന്നതായിരിക്കുന്ന ഈ ഭാഗവത സത്രം, മൂന്നർത്ഥമൊക്കെയാണ് സത്രത്തിന് പറയുക. ഗതി, വിശരണ, അവസാദനം എന്നൊക്കെ പറയും. എത്തിക്കുന്നത്, ക്ഷയിപ്പിക്കുന്നത്, നശിപ്പിക്കുന്നത്, ഇതൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുക.
ഗർഭവാസാദി ദുഃഖങ്ങളൊക്കെ ക്ഷയിപ്പിച്ച് അവിദ്യാകാമകർമ്മങ്ങളൊക്കെ നശിപ്പിച്ച് ഭഗവാന്റെ തൃപ്പദ പത്മങ്ങളിലേക്ക് എത്തിച്ചു ചേർക്കുക. അതാണ് സത്രം എന്നുള്ള പദത്തിൻ്റെ തന്നെ അർത്ഥം. അപ്പം ഇത്തരത്തിൽ കലികാലത്തിൻ്റെതായ സകലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ തന്നെ കലേർദോഷനിധേ രാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗപരം വ്രജേത്. അനവധിയായിരിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഏക മഹാൻ ഗുണ അസ്തി, ഏറ്റവും വലിയൊരു ഗുണമുണ്ട്. കീർത്തനാദേവ കൃഷ്ണസ്യ, ഭഗവാന്റെ ഒരു കീർത്തനം കൊണ്ട്, നാമോച്ചാരണം കൊണ്ട് തന്നെ ഈ കലികൽമഷങ്ങളെ മുഴുവൻ മറികടക്കാൻ സാധിക്കണമെന്നാണ്. അതാണ് സജ്ജനങ്ങൾ ഇങ്ങനെ കൂടിയിരുന്നു കൊണ്ട് അല്ലേ, ഇത്തവണ പ്രത്യേകിച്ചും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് സജ്ജനങ്ങൾ ഒരേ സമയം ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്നർത്ഥം. എന്തായാലും മുഖവുര കൂടുതൽ നീട്ടുന്നില്ല. ഭഗവാന്റെ രുക്മിണി സ്വയംവര രംഗാണ് കഴിഞ്ഞ ദിവസം സത്രവേദിയിൽ നമ്മൾ അനുസ്മരിച്ച് നിർത്തിയത്. ആ രുക്മിണി കൃഷ്ണന്മാരെ നമസ്കരിച്ചുകൊണ്ടാണ് ഇന്നലെ നമ്മളൊക്കെ പിരിഞ്ഞു പോയത്. ഇന്ന് ഭഗവാന്റെ ഗാർഹസ്ഥ്യം, അതിനെക്കുറിച്ച് അല്പം ചില ചിന്തകൾ മാത്രം നമുക്കിവിടെ പങ്കുവയ്ക്കാം. ദ്വാരകയിൽ ആ ബലരാമസ്വാമിയുടെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണീ ദേവിയുടെയും സ്വയംവരം ഗംഭീരായിട്ട് ആഘോഷിക്കപ്പെട്ടു. ദ്വാരകായാമഭൂത് രാജൻ മഹാമോദപുരൗകസാം രുക്മിണ്യാരമയോപേതം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപ്പതിം. ആ ശ്രിയപ്പതിയായിരിക്കുന്ന ലക്ഷ്മി ഭഗവതിയായിരിക്കുന്ന രുക്മിണീ ദേവിയുടെ നാഥനായിക്കൊണ്ടുള്ള ആ ഭഗവാനെയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമമായതാക്ഷമലം കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം ശ്രീരുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ആ രുക്മിണീപതിയായിരിക്കുന്ന ഭഗവാന്റെ ഗാർഹസ്ഥ്യം എന്നാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിലെ 55-ാമത്തെ അധ്യായം. ശ്രിയാശാതകുംഭദ്യുതിസ്നിഗ്ധകാന്ത്യ ധരണ്യാ ചതുർവാദളശ്യാമളാംഗ്യാ കളത്രദ്വയേനാമുനാ തോഷിതായ ത്രിലോകീഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ. ത്രിലോകീഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ. ത്രിലോകീഗൃഹസ്ഥനാണ് ഭഗവാൻ എന്നാണ് പറയുക. അപ്പം 3 ലോകങ്ങൾക്കും അല്ലെങ്കിൽ മാതൃകാപരമായിട്ട് ആ ഗാർഹസ്ഥ്യത്തെ അനുഷ്ഠിച്ച് കാണിച്ചു തരുന്നു. ഇപ്പം 4 ആശ്രമങ്ങളെയാണല്ലോ നമ്മൾ പറയുക. ആ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. അതങ്ങനെ ക്രമത്തിൽ അനുഷ്ഠിക്കുമ്പോൾ സന്യാസമാണ് ഏറ്റവും കേമം എന്നൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. എന്താ, എല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവണ്ടേ. അപ്പോൾ സന്യാസാശ്രമമാണ് ഏറ്റവും ശ്രേഷ്ഠം. പക്ഷേ പലയിടങ്ങളിലും പറയണു സന്യാസാശ്രമത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഗൃഹസ്ഥാശ്രമം എന്ന. തസ്മാത് ജ്യേഷ്ഠാശ്രമീ ഗൃഹീ. എന്താ ഗൃഹസ്ഥൻ്റെ പ്രത്യേകത? അദ്ദേഹത്തിന് ഒട്ടനവധിയായിരിക്കുന്ന കടമകൾ, കർത്തവ്യങ്ങൾ, ചുമതലകളൊക്കെ നിർവഹിക്കാനുണ്ട്. സന്യാസിക്ക് എന്തുമാത്രം സ്വന്തം ശരീരം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട. അവിടെ തന്നെ അവധൂത വൃത്തിയിലേക്ക് എത്തുമ്പോൾ ശരീരം പോലും, ശരീരധർമ്മങ്ങൾ പോലും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ഗൃഹസ്ഥൻ അങ്ങനെയല്ല അല്ലേ, എന്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം.
തൻ്റെ കുടുംബത്തെ, തൻ്റെ പ്രായമായ മാതാപിതാക്കൾ, തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ബാക്കി സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, വീട്ടിൽ വളർത്തുന്ന പക്ഷിമൃഗാദികൾ, വീട്, അല്ലേ, പിന്നെ ഉപജീവനത്തിനാവശ്യമായിരിക്കുന്ന ജോലി, സമ്പാദ്യം, ഇങ്ങനെ അനവധിയായിരിക്കുന്ന ഉത്കണ്ഠകളും ആശങ്കകളും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞതാണ് ഗാർഹസ്ഥ്യ ജീവിതം. അപ്പോൾ എങ്ങനെയാണ് ഈ ഗൃഹസ്ഥാശ്രമത്തെ ഭംഗിയായിട്ട് നിർവഹിക്കുക? നേരത്തെ പറഞ്ഞില്ലേ, ത്രിലോകീ ഗൃഹസ്ഥായ, മാതൃകാപരമായിട്ട് ഗൃഹസ്ഥാശ്രമം. സാധാരണഗതിയിൽ ഇപ്പോൾ പ്രഹ്ലാദകുമാരൻ കഴിഞ്ഞ ദിവസം നമുക്ക് പറഞ്ഞു തന്നു, ഈ ഗൃഹമെന്ന് പറയുന്നത് ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോയൽ ഹരിമാശ്രയേത. അച്ഛനായ ഹിരണ്യകശിപുരോട് എന്താ പറഞ്ഞത്? അച്ഛാ, ഈ ഗാർഹസ്ഥ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഗൃഹം അന്ധകൂപം, ഇരുട്ട് നിറഞ്ഞ പൊട്ടക്കിണറാണ് എന്നാണ്. അതുകൊണ്ട് എന്ത് വേണം? വനം ഗതോയൽ ഹരിം ആശ്രയേത. കാട്ടിൽ പോയിട്ട് സാക്ഷാൽ ശ്രീഹരിയായിരിക്കുന്ന ഗുരുവായൂരപ്പനെ അഭയം പ്രാപിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഗാർഹസ്ഥ്യാശ്രമത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ചാണ് പ്രഹ്ലാദകുമാരൻ പോലും അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഗൃഹസ്ഥാശ്രമം വളരെ ഭംഗിയാണ്, സുഖമാണ്, രസകരമാണ് എന്ന് പറഞ്ഞ ഒരാളും ഉണ്ട് കേട്ടോ ഭാഗവതത്തിൽ. ആത്മദേവൻ അദ്ദേഹം എന്താ പറഞ്ഞത്? ഗൃഹസ്ഥ സരസോ ലോകേ പുത്രപൗത്ര സമന്യുത. ആത്മദേവൻ്റെ ഒരു സ്വപ്നം എന്താ? കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോഴേ അദ്ദേഹം പറയുക, ഗാർഹസ്ഥ്യം എന്ത് സുഖ, പുത്രപൗത്ര സമന്യുത, പുത്രന്മാരും പൗത്രന്മാരും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ എന്തൊരാനന്ദാണ് എന്ന് ആത്മദേവൻ പങ്കുവെക്കണതായിട്ട് കാണാം. പറഞ്ഞു വന്നത്, ഈ ഗൃഹസ്ഥാശ്രമം ദുഃഖ സമ്മിശ്രമാണ്, ദുഃഖ സുഖ സമ്മിശ്രമാണ്. സുഖവും ദുഃഖവും, അല്ലേ, രാത്രിയും പകലും പോലെ സുഖദുഃഖങ്ങൾ സമ്മിശ്രമായിരിക്കുന്ന ഈ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ വായിച്ച് സമർപ്പിച്ച കർഹിച്ചിത്ത അധ്യായത്തിൽ ഭഗവാൻ രുക്മിണീ ദേവിയോട് പറയുന്നുണ്ട് കലഹത്തിനൊക്കെ ശേഷം, അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിനാം എന്നർമ്മൈ നീയതേയാമ പ്രിയയാ ഭീരുഭാമിനി. അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിനാം. ഹേ രുക്മിണി, ഏറ്റവും വലിയ ലാഭം ഈ ഗൃഹസ്ഥാശ്രമത്തിൽ എന്താണെന്നറിയോ? എന്നർമ്മേ നീയതേയാമ പ്രിയയാ ഭീരുഭാമിനി. കുടുംബജീവിതം മുഴുവൻ പ്രയാസം നിറഞ്ഞതാ രുക്മിണി. അതിനിടയ്ക്ക് അല്പം ചില സന്തോഷമൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ നടന്നതുപോലെയുള്ള ചില പരിഭവങ്ങൾ, പ്രണയകലഹങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് ഇതാ ഭഗവാൻ കർഹിച്ചിത്ത അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഭഗവാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഗൃഹമേധിനാം. ഗൃഹസ്ഥന് ഭഗവാൻ കൊടുത്ത വിശേഷണം എന്താണെന്നറിയോ? ഗൃഹമേധി എന്ന. മേധം എന്ന് പറഞ്ഞാൽ ഹിംസയാണ്. ഇപ്പൊ ഗൃഹസ്ഥൻ അറിഞ്ഞോ അറിയാതെ കണ്ടോ അനവധിയായിരിക്കുന്ന ഹിംസ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പം നമ്മളൊക്കെ വിചാരിക്കണം എന്താ? നമ്മളൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരാണ്, അറിഞ്ഞുകൊണ്ട് ഒന്നിനെയും ദ്രോഹിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്, അല്ലേ, സർവഭൂതഹിതേരതന്മാരാണ്, ഭഗവാനെ പോലെ തന്നെ നമ്മളും എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ ധാരണ. പക്ഷെ അറിയാതെ കണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പല അബദ്ധവും വരുന്ന പഞ്ചസൂന എന്ന് പറയും. 5 തരം മേധങ്ങൾ, അപരാധങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരുത്രേ. പഞ്ചസൂന ഗൃഹസ്ഥസ്യ ചുല്ലി പേഷണ്യുപസ്കരാം. ആദ്യം പറഞ്ഞത് ചുല്ലി എന്ന. ഗൃഹസ്ഥ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അരയ്ക്കുക, അല്ലേ, അങ്ങനെ ചില സംവിധാനം ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അരയ്ക്കണമല്ലോ. അപ്പോൾ അമ്മിയൊക്കെ ഉപയോഗിച്ച് അരയ്ക്കുമ്പോൾ നമ്മൾ കഴുകും വൃത്തിയാക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഒരു പക്ഷേ അതിലെവിടെയെങ്കിലും ചെറിയ സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടായേക്കാം എന്നാ. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് അറിയാണ്ട് ചില ജീവികളെയൊക്കെ ഉപദ്രവിക്കേണ്ടതായിട്ട് വന്നേക്കാം. പിന്നീടോ പേഷണി എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുക. രാവിലെ എഴുന്നേറ്റ് മുറ്റൊക്കെ അടിച്ചു വാരുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അങ്ങനെ പുറത്തും അകത്തുമൊക്കെ അടിച്ചു വാരുമ്പോൾ ജീവികൾക്കൊക്കെ നാശം നമ്മൾ അറിയാതെ കണ്ട് സംഭവിച്ചേക്കാം. ഉപസ്കരം എന്താ? തീ കത്തിക്കുമ്പോൾ, ഇപ്പോൾ വിറകോ ഒക്കെ കൊണ്ടുവന്ന് കത്തിക്കുമ്പോൾ നമ്മളറിയില്ല, ചിലപ്പോൾ വിറകിൻ്റെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിൽ ചില പ്രാണികളോ ജീവികളൊക്കെ ഉണ്ടാവാം, അതിനെയൊക്കെ കത്തിച്ച് കളയും. പിന്നീട് കുണ്ടിനി എന്ന് പറയും, അതായത് ഉലക്ക കൊണ്ടൊക്കെ ഇടിച്ചു പൊട്ടിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഉരലിലോ ഉലക്കയുടെ അടിയിലൊക്കെ ചെറിയ ജീവികൾ പെടാം.
പിന്നീട് ഉദകുംഭം, അതായത് കുടത്തിലൊക്കെ വെള്ളം നിറയ്ക്കുമ്പോഴും ഇതുപോലെ. ചുരുക്കം പറഞ്ഞാൽ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല. പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ കണ്ടില്ലേ, ഭരതമഹായോഗി ആ പല്ലൊക്കെ എടുക്കുന്ന സമയത്ത് ഓരോ ചുവടും വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കും അല്ലേ? എന്താ, എൻ്റെ കാൽപാദത്തിനടിയിൽപ്പെട്ട് ഒരു ജീവിക്ക് പോലും ആപത്ത് വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് അദ്ദേഹം ഓരോ ചുവടും മുന്നോട്ട് വെച്ചത് എന്ന്. അപ്പം പറഞ്ഞു വന്നത് ഗൃഹമേധികളാണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച ആൾക്കാർ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഗൃഹസ്ഥാശ്രമത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ. ഭോഗത്തിലേക്ക് ആഴ്ന്നിറങ്ങാനും ഗൃഹസ്ഥാശ്രമം കൊണ്ട് സാധിക്കും. ത്യാഗത്തിലൂടെ ഉയർന്ന് ഭഗവത് പദങ്ങളിലേക്ക് എത്താനും ഗൃഹസ്ഥാശ്രമം കൊണ്ട് സാധിക്കും. ഒരേ കത്തി കൊണ്ടാണ് സമർത്ഥനായിരിക്കുന്ന ഒരു സർജൻ, ഒരു ഡോക്ടർ ഒരു സർജറി ചെയ്ത് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് മൂർച്ചയുള്ളൊരു കത്തി കൊണ്ടാണ്. അതേ കത്തി കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരാളുടെ ജീവൻ എടുക്കുകയും ചെയ്യും. അപ്പോൾ വളരെ ഭംഗിയിൽ വേണം ഈ ഗൃഹസ്ഥാശ്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി ഭഗവാന്റെ ആ രുക്മിണീ പരിണയത്തിന് ശേഷമുള്ള ഗാർഹസ്ഥ്യ ജീവിതത്തെ അനുസ്മരിക്കുകയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞു. സാധാരണ ലോകതയ്ക്കനുസരിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയും ഹണിമൂൺ എന്നൊക്കെ പറയും, മധുവിധുകാലം എന്നൊക്കെയാണ് പറയുക അല്ലേ? കുറച്ചു കാലം എവിടെയെങ്കിലുമൊക്കെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക, രണ്ടുപേരും കൂടി വളരെ രസകരമായിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ നയിക്കുക, അതിനെയാണ് മധുവിധുകാലം എന്നൊക്കെ പറയുക. ഇവിടെ മധുവിധുകാലം എങ്ങനെയാണ് ഉണ്ടായത്? വാസ്തവത്തിൽ ഭഗവാൻ ഉള്ളിടത്തൊക്കെ എന്നും മധുവിധു തന്നെയാണ് അല്ലേ? അമ്പിളിക്കല ചൂടുന്ന തമ്പുരാനുമഹർനിശം ജപിപ്പൂ തിരുനാമത്തെ കൃഷ്ണഗോവിന്ദ ഇങ്ങനെ. നമസ്തേ ഭുവനാധാര ഗംഗാധര നിഷേവിത രുക്മിണീ ഹൃദയാകാശ നീലചന്ദ്ര നമോസ്തുതേ. രുക്മിണീ ഹൃദയാകാശ നീലചന്ദ്ര നമോസ്തുതേ. മധു എന്ന് പറഞ്ഞാൽ തേൻ, ചന്ദ്രൻ. ഇവിടെ ഭഗവാൻ തന്നെയാണ് ഈ ചന്ദ്രനെ. എവിടെയുള്ള ചന്ദ്രനാ? രുക്മിണീ ഹൃദയാകാശ നീലചന്ദ്ര. രുക്മിണീ ദേവിയുടെ ഹൃദയമാകുന്ന ആകാശത്ത് ഉദിക്കുന്ന ചന്ദ്രക്കല തന്നെയാണ് ഭഗവാൻ എന്നർത്ഥം. ആ ചന്ദ്രക്കലയെയാണ് സാക്ഷാൽ മമ്മിയൂരപ്പൻ ശിരസിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒക്കെ ഹൃദയങ്ങളിൽ ദാ ചന്ദ്രിക പൊഴിച്ചുകൊണ്ട് ചന്ദ്രനായിട്ട് പൂർണ്ണ തേജസ്സോടുകൂടി ഭഗവാൻ വിരാജിച്ചു കൊണ്ടിരിക്കണു എന്നർത്ഥം. പിന്നെ വേണ്ടത് ഇപ്പം ചന്ദ്രനായി, മധുവിധു എന്ന് പറഞ്ഞാൽ വിധു ചന്ദ്രനായി. ഇനി മധു ആണ് വേണ്ടത്. ഇത്ര മാധുര്യം വേറെ ആർക്കാണുള്ളത് അല്ലേ? മധുരസ്വരൂപാണ്. മാധുര്യധുര്യാദഭി പറയില്ലേ, മധുരാധിപതേ അഖിലം മധുരം എന്ന. അപ്പോൾ ഭഗവാൻ ഉള്ളിടത്ത് തന്നെയാണ് എന്നും മധുവിധു. എന്നാലും ഇവിടെ ഭഗവാനും രുക്മിണീ ദേവിയും ചേർന്ന് 12 വർഷക്കാലം സാക്ഷാൽ മഹാദേവനെ ഭജിച്ചു എന്നാണ്. രുക്മിണീ ദേവിയോടൊപ്പം ചേർന്ന് 12 വർഷക്കാലം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് പാർവതീ പരമേശ്വരന്മാരെ ഭജിച്ചു ഭഗവാൻ. ദാമ്പത്യർത്ഥം ഉമാ സതിം. അതാണ് ദാമ്പത്യ സുഖത്തിന് വേണ്ടി പാർവതീ പരമേശ്വരന്മാരെ ഭജിക്കുക. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ തിരുവാതിര വ്രതമൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞു. ഈ തിരുവാതിര വ്രതത്തിലൊക്കെ ആ നെടുമാംഗല്യത്തിനു വേണ്ടി, സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി ലോകത്തിൻ്റെ മുഴുവൻ അച്ഛനമ്മമാരായിരിക്കുന്ന വാഗർത്ഥാമിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ആ ലോകത്തിൻ്റെ മുഴുവൻ അച്ഛനമ്മമാരായിരിക്കുന്ന പാർവതീ പരമേശ്വരന്മാരെ ഭജിച്ചുകൊണ്ടാണ് നെടുമാംഗല്യത്തിനും ദാമ്പത്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഭജിക്കുക. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മാതൃകയായിട്ട് ഭഗവാൻ കാണിച്ചു തരുന്നു. രുക്മിണീ ദേവിയോടൊപ്പം 12 വർഷക്കാലം സാക്ഷാൽ മഹാദേവനെ ഭജിച്ചു എന്നാണ്. അതാണ് ഏറ്റവും വലിയ ശൈവൻ, ശിവഭക്തൻ ആരാ ചോദിച്ചാൽ ഗുരുവായൂരപ്പനാ. ഏറ്റവും വലിയ വൈഷ്ണവൻ ആരാ ചോദിച്ചാൽ വൈഷ്ണവാനാം യഥാശംഭു മമ്മിയൂരപ്പനാണ് എന്നാ. അപ്പം മമ്മിയൂരപ്പൻ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നു, ഗുരുവായൂരപ്പൻ
മമ്മിയൂരപ്പനും ഭജിച്ചുകൊണ്ടിരിക്കണമെന്നർത്ഥം. ഇത്തരത്തിൽ ആ രുക്മിണീ ദേവിയോടൊപ്പം 10-12 വർഷക്കാലം മഹാദേവനെ ഭജിച്ചുകൊണ്ടിരിക്കുക. അതിനു മുമ്പ് തുടങ്ങിയിട്ടുണ്ട് രുക്മിണീ ദേവി. വിവാഹത്തലേന്ന് തന്നെ ക്ഷേത്ര ദർശനം ചെയ്യുന്ന സമയത്ത് ആ മഹാദേവൻ ഇരിക്കുന്നു. മഹാദേവൻ്റെ ഇടതുഭാഗത്ത് പാർവതീദേവി ഇരിക്കുന്നു. മഹാദേവൻ്റെ വലതുഭാഗത്തായിക്കൊണ്ട് ആ ഉണ്ണിഗണപതി ഇരിക്കുന്നു. ഇങ്ങനെ സകുടുംബം ഇരിക്കുന്ന ആ ദേവിയെയും മഹാദേവനെയൊക്കെ കണ്ട് വന്ദിക്കുന്നുണ്ട് രുക്മിണീ ദേവി. അവിടെ ഒരു പ്രാർത്ഥനയുണ്ട്. നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം. ആ പാർവതീദേവിയെയും മഹാദേവനെയൊക്കെ വന്ദിച്ച് പറയുന്നുണ്ട്, ദേവി എങ്ങനെയാണോ അവിടുന്ന് തപസ് ചെയ്ത് ആ മഹാദേവനെ തന്നെ ഭർത്താവായി കിട്ടണം എന്ന് പ്രാർത്ഥിച്ചത്, ദക്ഷയാഗ സമയത്ത് ദേഹം വിട്ടുപോയിരിക്കുന്ന ആ സതീദേവി പിന്നീട് ഹിമവാന്റെയും മേനയുടെയും പുത്രിയായിട്ട് ജനിച്ച് മഹാദേവനെ തന്നെ കിട്ടാൻ വേണ്ടി തപസ് ചെയ്തു. വർഷക്കാലത്തു കഴുത്തോളം നീറ്റിൽ ശിശിരകാലത്തു പനിനീരിൽ. നല്ല വർഷക്കാലത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിന്ന് തപസ് ചെയ്യാം. നല്ല വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ട് തപസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ തപസ് ചെയ്തു. എന്താ ലക്ഷ്യം? ഭഗവാനെ പതിയായിട്ട് കിട്ടണം. അങ്ങനെയാണ് പാർവതീദേവി മഹാദേവനെ തൻ്റെ ഭർത്താവാക്കി സ്വീകരിച്ചത്. അങ്ങനെയുള്ള പാർവതീദേവിയോട് അന്നേ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ ഭഗവാന്റെ കൂടെ ഒരു ഗാർഹസ്ഥ്യ ജീവിതത്തിന് ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഭഗവാന്റെ വാമഭാഗമായിട്ട് രുക്മിണീ ദേവി മാറണത് എന്നർത്ഥം. ആ 12 വർഷത്തെ ഉപാസനയ്ക്ക് ശേഷം ഇതാ രുക്മിണീ ദേവി ഭഗവാന്റെ ഉണ്ണിക്ക് ജന്മം നൽകാൻ തുടങ്ങുകയാണ്. 55-ാമത്തെ അധ്യായം ആദ്യത്തെ ശ്ലോകം. ശ്രീശുക ഉവാച കാമസ്തു വാസുദേവാംശോ ദഗ്ധപ്രാകൃദ്രമന്യുനാം ദേഹോപപത്തയേ ഭൂയസ്തമേവ പ്രത്യബദ്ധ്യത. ആദ്യമേ തുറന്നങ്ങോട്ട് പറയുകയാണ്, കാമസ്തു വാസുദേവാംശോ ദഗ്ധപ്രാകൃദ്രമന്യുനാം ദേഹോപപത്തയേ ഭൂയസ്തമേവ പ്രത്യബദ്ധ്യത. പ്രദ്യുമ്നായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണീ ദേവിയുടെയും പുത്രനായിക്കൊണ്ട് കാമസ്തു സാക്ഷാൽ കാമദേവൻ അവതരിക്കുകയാണ്. എന്താ ഈ കാമദേവന്റെ ജനനത്തെ എടുത്തു പറയാൻ കാരണം? രുദ്രമന്യുനാദഗ്ധ. പണ്ട് സാക്ഷാൽ മഹാദേവന്റെ നേത്രാഗ്നിയിൽ നിന്ന് പെട്ട് ജ്വലിച്ചു പോയ ആളാണ് കാമദേവൻ. ഇപ്പം എന്തുകൊണ്ടാണ് മഹാദേവനെ ഭജിച്ചത് എന്നതിന് ഒരു കാരണം കൂടിയായി. എന്താ? ഈ കാമദേവന് 2ാമത് ജന്മം കൊടുക്കേണ്ട ബാധ്യത കൂടി ഭഗവാനുണ്ട് എന്നർത്ഥം. മന്മഥൻ എന്നാണ് കാമദേവനെ കുറിച്ച് പറയുക, അല്ലേ? എന്താ മന്മഥൻ എന്ന് പറഞ്ഞാൽ? മനസ്സിനെ മതിക്കണ ആള് എന്നാണ്. സ്വതവേ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇങ്ങനെ 4ആയിട്ടാണല്ലോ പറയുക. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇതിൽ ചിത്തത്തിൻ്റെ അധിഷ്ഠാനം സാക്ഷാൽ ഭഗവാൻ വാസുദേവനാണ്. അതുകൊണ്ടാണ് ഇവിടെ ആദ്യം പറഞ്ഞു വാസുദേവാംശോ. ചിത്തത്തിൻ്റെ അധിപനായിരിക്കുന്ന വാസുദേവന്റെ അംശമായിക്കൊണ്ട് കാമസ്തു സാക്ഷാൽ കാമദേവൻ ജനിച്ചു. ഈ ഭഗവാനെ തന്നെ കാമദേവനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം എന്നാ പറയുക, അല്ലേ? പുരുഷ സൗന്ദര്യത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള പുരുഷൻ ആരാ ചോദിച്ചാൽ അത് കാമദേവനാണ് എന്നാ പറയുക. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മന്മഥൻ എന്നുകൂടി വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ കാമദേവൻ പുത്രനായിട്ട് വരികയാണ്. അപ്പോൾ ഈ ഭഗവാന്റെ അവസ്ഥ എന്താ? മഹാദേവൻ തന്നെ ഈ ഗുരുവായൂരപ്പനെ സ്നേഹത്തോടുകൂടി ഒരു പേര് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഗർഗ മഹർഷി കൃഷ്ണൻ എന്നൊരു പേര് കൊടുത്തു. അപ്പോൾ തന്നെ പറഞ്ഞു, ഇല്ലേ, ഞാനിപ്പോൾ ഒരു പേര് ഇടുന്നുണ്ട് എന്നേ ഉള്ളൂ. പിന്നെയോ ഇദ്ദേഹത്തിന് ഒരു പേരൊന്നുമല്ല, സഹസ്രനാംന. എത്ര പേരാ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. മഹാദേവൻ സ്നേഹത്തോടു കൂടി ഒരു പേര് കൊടുത്തിട്ടുണ്ട്. സ്നിഗ്ധപ്രാവൾ ഘനശ്യാമം
സർവ സൗന്ദര്യ സംഗ്രഹം. എന്താ മഹാദേവൻ കൊടുത്ത വിശേഷണം? സർവ സൗന്ദര്യ സംഗ്രഹം. സകല സൗന്ദര്യവും ഒന്നിച്ചു ചേർന്ന സ്വരൂപമാണ് ഈ ഗുരുവായൂരപ്പൻ്റെ. അതിപ്പോൾ മഹാദേവൻ വിശേഷിപ്പിച്ച് നമുക്കൊക്കെ അനുഭവമാണ് അല്ലേ? കണ്ണങ്ങട് അടച്ചാൽ വംശീ വിഭൂഷിതകരാത് നവനീരദാഭാത് പീതാംബരാത് അരുണബിംബബലാധരോഷ്ടാത് പൂർണേന്ദു സുന്ദരമുഖാത് അരവിന്ദനേത്രാൽ കൃഷ്ണാൽ പരം കിമപി തത്വം അഹം ന ജാനേ. കണ്ണങ്ങടടച്ചാൽ ആ താമരക്കണ്ണനെ മനസ്സിൽ ഇങ്ങനെ കാണണു. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. ഇതൊരു മനോഹരാണ്. ആ താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള സൗന്ദര്യധാമാണ് ഈ ഗുരുവായൂരപ്പൻ എന്നർത്ഥം. ഭഗവാന്റെ ഉണ്ണിയായിട്ട് ദാ സാക്ഷാൽ മന്മഥൻ വാസുദേവാംശമായിട്ട് ഇവിടെ അവതരിക്കുകയാണ്. പക്ഷേ ഭഗവാൻ എല്ലാവരുടെയും മനസ്സിനെ മതിക്കുന്നത് കൊണ്ടാണ് കാമദേവന് മന്മഥൻ എന്നുള്ള പേര് കിട്ടിയത്. എന്നാൽ ഭഗവാൻ അതിലും കുറച്ചുകൂടി ഉയർന്നിട്ടാണ്. ആ ഗോപികാഗീതം അങ്ങോട്ട് കഴിഞ്ഞ് അടുത്ത അധ്യായം തുടക്കത്തിൽ നമ്മൾ കാണും. ഗോപികമാരുടെ പ്രാർത്ഥനയൊക്കെ അങ്ങോട്ട് കേട്ടിട്ടേ ഭഗവാൻ അവരുടെ ഇടയിൽ നിന്ന് അങ്ങോട്ട് മറഞ്ഞു പോയപ്പോൾ വേദനിച്ച് നീറുന്ന മനസ്സുമായിട്ടൊരു പ്രാർത്ഥനയുണ്ട് ഗോപികമാർക്ക്. ഭഗവാനെ ഒന്ന് പ്രത്യക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിക്കും. നീറണം കണ്ണൻ്റെ വേർപാടിൽ മാനസം കാറൊളി വർണ്ണനെ കണ്ടാലതാരണം. നീറണം കണ്ണൻ്റെ വേർപാടിൽ മാനസം കാറൊളി വർണ്ണനെ കണ്ടാലതാരണം. ഭഗവാൻ ഇല്ലാത്തൊരവസ്ഥയിൽ മനസ്സ് നീറണം. നീറണം കണ്ണൻ്റെ വേർപാടിൽ മാനസം കാറൊളി വർണ്ണനെ കണ്ടാലതാരണം. ഭഗവാനോട് കണ്ടാലോ ആ വേദനയൊക്കെ അങ്ങോട്ട് ആറണം എന്നാ. ആ നീറുന്ന മനസ്സുമായിട്ട് ഭഗവാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാ വന്നത്? താസാം ആവിരഭൂശൗരി സ്മയമാനമുഖാംബുജ പീതാംബരധരസ്രഗ്വീ സാക്ഷാൽ മന്മഥ മന്മഥ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സാക്ഷാൽ മന്മഥ മന്മഥ. എല്ലാവരുടെയും മനസ്സിനെ മതിക്കുന്ന ആളാണ് കാമദേവനെങ്കിൽ ആ കാമദേവൻ്റെ മനസ്സിനെ പോലും മതിക്കുന്ന സൗന്ദര്യാതിരേകത്തോടു കൂടിയിട്ടാണ് ഭഗവാന്റെ അവതാരം അവിടെ ഉണ്ടാവുന്നത്. എത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപം. ആലോചിച്ച് നോക്കൂ, ഇതിനപ്പുറം എങ്ങനെ ഇനി വിശേഷിപ്പിക്കുക? സൗന്ദര്യോത്തരതോപി സുന്ദരതരം. ഇപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയും. ഇത് ബെസ്റ്റിൻ്റെയും അപ്പുറത്തേക്കാണ്. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായ ബലി കേളികാരം ലാവണ്യസൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. സകല ലാവണ്യവും കാച്ചിക്കുറുക്കിയെടുത്ത ആ മധുസ്വരൂപാണ് ഭഗവാൻ. ഈ ഭഗവാൻ അങ്ങോട്ട് കണ്ടാൽ ഓടിച്ചതങ്ങോട്ട് ഉമ്മ വയ്ക്കുക, അതിൻ്റെ അപ്പുറം ഒന്നും തോന്നില്ല. അമ്മയ്ക്കു മാത്രമല്ലാർക്കുമേ ചെന്നേടുത്തുമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ. ലാവണ്യ ദുഗ്ധം കടഞ്ഞെടുത്തിടീന തൂവെണ്ണയോയത് തമ്പൂരാനേ. അമ്മയ്ക്ക്
മാത്രമല്ലാർക്കുമേ ചെന്നേടുത്തുമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ. ലാവണ്യദുഗ്ധം കാടഞ്ഞേടുത്തിടീന തൂവെണ്ണയോ ഇത് തമ്പൂരാനേ. അപ്പം പറഞ്ഞത് ഇത്ര സൗന്ദര്യ സ്വരൂപമായിരിക്കണ ഭഗവാനെന്ന് മാത്രമേ മന്മഥന് ജനിക്കാൻ സാധിക്കൂ എന്നർത്ഥം. അങ്ങനെ ആ പ്രദ്യുമ്നകുമാരൻ അവിടെ ജനിക്കുകയാണ്. രണ്ടാമത്തെ ശ്ലോകം സയേവജാതോ വൈദർഭ്യാം കൃഷ്ണവീര്യസമുദ്ഭവ പ്രദ്യുമ്ന ഇതി വിഖ്യാത സർവതോ നവമപ്പിതു. വിദർഭയിൽ വൈദർഭിയായിരിക്കുന്ന രുക്മിണീദേവിയുടെ ഗർഭോദരത്തിലൂടെ കൃഷ്ണവീര്യസമുദ്ഭവ, അവിടെയാണ് അടിവരയിടേണ്ടത്. കൃഷ്ണവീര്യസമുദ്ഭവ, ഭഗവാന്റെ വീര്യത്തിൽ നിന്ന് ജനിച്ചു. അത് മാത്രമല്ല പ്രത്യേകത. ഭാഗവതം നമ്മളിങ്ങനെ അനുസന്ധാനം ചെയ്യുന്ന സമയത്ത് പല ഭാഗങ്ങളിൽ പലതവണയായിട്ട് ആവർത്തിക്കപ്പെടുന്ന ശ്ലോകം കാണാം. ചില ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി ഒരേ ശ്ലോകം പലതവണ ആവർത്തിക്കും. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. പല സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി ഇതേ ശ്ലോകം ആവർത്തിക്കും. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. 4 അവതാര സ്വരൂപങ്ങളെ ഒരുമിച്ച് അനുസ്മരിക്കും. സാക്ഷാൽ ഭഗവാൻ, പിന്നെ ബലരാമസ്വാമി, പിന്നീട് പ്രദ്യുമ്നൻ, പിന്നീട് അനിരുദ്ധൻ. ഈ 4 മൂർത്തികളെയായിട്ട് സങ്കല്പിച്ച് ഉപാസിക്കണതിന് സാങ്കേതികമായിട്ടൊരു പേരുണ്ട്. ചതുർവ്യൂഹ ഉപാസന എന്നാണ് അതിന് പറയുക. ചതുർവ്യൂഹ ഉപാസന. വാസുദേവൻ, സംഘർഷണമൂർത്തി, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ ചതുർവ്യൂഹ ഉപാസന യഥാർത്ഥത്തിൽ സൂര്യ ഉപാസനയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. എന്താ ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണെന്ന് തോന്നും അല്ലേ? ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മനസ്സ് എന്ന് പറഞ്ഞാൽ സങ്കല്പ വികല്പാത്മകം മന എന്നൊക്കെയാണ് പറയുക. പോട്ടെ, വ്യാപരിക്കുന്ന സ്വഭാവമുള്ളതാണ് മനസ്സ്. ഇപ്പം നമ്മളൊക്കെ ഭാഗവതം കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പോലും ഒരു പക്ഷേ മനസ്സുകൊണ്ട് പലയിടങ്ങളിലും നമ്മൾ പോയിട്ടുണ്ടാവാം. അപ്പോൾ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതാണ് മനസ്സ്. രണ്ടാമത് ബുദ്ധി, നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുന്ന ആളാണ് ബുദ്ധി. പോണോ പോണ്ടേ, വേണോ വേണ്ടേ, പോകണം അല്ലെങ്കിൽ പോണ്ട എന്ന് തീരുമാനം എടുക്കുന്ന ആളെയാണ് ബുദ്ധി എന്ന് പറയുക. മൂന്നാമത്തത് അഹങ്കാരം അല്ലേ, കർത്തൃത്വ ഭോക്തൃത്വ ബോധം എന്നൊക്കെ പറയില്ലേ, ചെയ്യണത് ഞാൻ, ഫലങ്ങൾ അനുഭവിക്കുന്നതും ഞാൻ, ഇത്തരം ചിന്തയാണ് അഹം. നാലാമത്തെ ആൾ ചിത്തം. ഏറ്റവും കുഴപ്പമുള്ള ഒരാളും ഈ ചിത്താണ്. എന്താ ഈ ചിത്തത്തിൻ്റെ സ്വഭാവം എന്നറിയോ? കഴിഞ്ഞത് മുഴുവൻ ഇങ്ങനെ ഇടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും എന്നാണ്. ചില ആൾക്കാർ പറയണ കേൾക്കാറില്ലേ, അവള് അന്ന് എന്ന് 16 വർഷം മുമ്പത്തെ കഥയാണ് പറയണത് കേട്ടോ. അവൾ അന്ന് എന്നോട് 2 വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ 2 വാക്കുകൾ ഞാൻ മരിച്ചാലും മറക്കില്ല അല്ലേ. മരിച്ചാലും മറക്കാതെ ഏതോ 2 വാക്ക് ഇത്രയും കാലം നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഓർമ്മിപ്പിക്കുന്ന ആളാണ് ചിത്തം. ഇപ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ 4 ഘടകങ്ങളെയാണ് 4 സങ്കല്പത്തിൽ നമ്മൾ ആരാധിക്കുന്നത്. ചിത്തത്തെയാണ് വാസുദേവൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. 1-ാമത്തെ ശ്ലോകത്തിൽ അത് സൂചിപ്പിച്ചു. രണ്ടാമതായിട്ട് സംഘർഷണമൂർത്തിയാണ് അഹങ്കാരത്തിൻ്റെ പ്രതീകമായിട്ട് പറയുക, ബലരാമസ്വാമിയാണ് പറയുക. പിന്നീട് ബുദ്ധിയുടെ സ്വരൂപമായിട്ടാണ് പ്രദ്യുമ്നകുമാരൻ.
മനസ്സിൻ്റെ സ്വരൂപമായിക്കൊണ്ട് അനിരുദ്ധൻ. അപ്പോൾ നോക്കൂ, ആ ചതുർവ്യൂഹ ഉപാസനയിൽ ഈ 4 മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നതിൻ്റെ 4 അധിഷ്ഠാന ദേവതകളായിട്ട് ഭഗവാനെയും ബലരാമസ്വാമിയെയും പ്രദ്യുമ്നകുമാരനെയും അനിരുദ്ധനെയും നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞത് കൃഷ്ണവീര്യ സമുദ്ഭവ. ഭഗവാൻ പല പേരുകൾ അറിയപ്പെടുന്നു. ബ്രഹ്മേതി, പരമാത്മേതി, ഭഗവാനിതി ശബ്ദത്തെ. ബ്രഹ്മം എന്നും പരമാത്മാ എന്നും ഭഗവാൻ എന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. നാം കേട്ട് പഠിച്ച് പരിചയിച്ചിട്ടുള്ളതാണ്. 6 ഭഗങ്ങൾ കൂടിച്ചേർന്നത് കൊണ്ട് 6 ഭഗങ്ങൾക്കും അധിപനായതുകൊണ്ട് ഭഗവാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ ജ്ഞാനവിജ്ഞാനയോശ്ചൈവ. ഇതൊക്കെയാണ് 6 ഭഗങ്ങളായിട്ട് പറയുക. ഈ 6 ഭഗങ്ങളും കൂടിച്ചേർന്നത് കൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പരിപൂർണ ബ്രഹ്മസ്വരൂപമാണ്, പൂർണ്ണ പുണ്യാവതാരം എന്ന് ഗുരുവായൂരപ്പനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ 6 ഭഗങ്ങൾ പറഞ്ഞതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഐശ്വര്യം, സമഗ്രം, വീര്യം. ഇപ്പോൾ മനസ്സിലായി, കൃഷ്ണവീര്യ സമുദ്ഭവ. അപ്പോൾ 6 ഭഗങ്ങളിൽ വീര്യത്തിൻ്റെ അവതാരസ്വരൂപമായിട്ട് തന്നെയാണ് കാമദേവൻ, മന്മഥൻ പ്രദ്യുമ്നകുമാരനായിട്ട് അവതരിച്ചത്. പോരാ, ഒരു വിശേഷണം കൂടി കൊടുത്തു. പ്രദ്യുമ്ന ഇതി വിഖ്യാത സർവതോ അനവമപ്പിതു. പ്രദ്യുമ്നൻ എന്നാണ് പേര്. പേര് പ്രദ്യുമ്നൻ എന്നാണെങ്കിലും സർവതോ എല്ലാ തരത്തിലും അനവമപ്പിതു, അച്ഛനേക്കാൾ ഒട്ടും മോശമില്ല, താഴെയല്ല എന്നർത്ഥം. അപ്പോൾ പിതാവിൽ നിന്നും ഒട്ടും ന്യൂനനല്ലാത്ത ആളാണ് പ്രദ്യുമ്നകുമാരൻ. അത് കഥയുടെ അവസാനം എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. പ്രദ്യുമ്നകുമാരനെ കാണുമ്പോൾ ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അല്ലേ എന്ന് എല്ലാവരും സംശയിക്കുന്നുണ്ട്. ആത്മാവൈ പുത്രനാമോസി, അച്ഛൻ തന്നെയാണ് മകൻ എന്നാണ്. അപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് പ്രദ്യുമ്നകുമാരനായിട്ട് അവതരിച്ചത്. പിന്നീട് ആ 3-ാമത്തെ ശ്ലോകം ഒരു ശ്ലോകമായിട്ട് വായിച്ചു പോവാൻ നമുക്ക് പരിമിതികളുണ്ട്, എന്നാലും ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ കാമദേവൻ മഹാദേവൻ്റെ നേത്രാഗ്നിയിൽപ്പെട്ട് ദഹിച്ചുപോയി എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഇവിടെ കാമദേവൻ്റെ ഉൽപ്പത്തിയെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഭാഗവത്തിൽ നിന്നൊന്ന് പുറത്തേക്ക് നമ്മളൊന്ന് പോയി വരേണ്ടി വരും ഈ കാമദേവൻ്റെ ഉൽപ്പത്തി ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ. മഹാഭാരതത്തിൽ ചില സൂചനകളുണ്ട്. ബ്രഹ്മദേവൻ്റെ വലത്തേ മാറിടത്തിൽ നിന്ന് ധർമ്മപ്രജാപതി ഉണ്ടായി. ധർമ്മപ്രജാപതിക്ക് 3 പുത്രന്മാരുണ്ടായി എന്ന. ശമൻ, ഹർഷൻ, കാമൻ, ഇങ്ങനെ 3 ഉണ്ണികളുണ്ടായി എന്നും, ശമൻ പ്രാപ്തിയെയും ഹർഷൻ നന്ദയെയും കാമൻ രതിയെയും വിവാഹം ചെയ്തു എന്ന കാമദേവൻ്റെ ഒരു ഉൽപ്പത്തി അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. അതുപോലെ കാലിക പുരാണത്തിൽ മറ്റൊരു രീതിയിൽ ബ്രഹ്മദേവൻ 10 പ്രജാപതികളെ സൃഷ്ടിച്ചു എന്നും അതിനുശേഷം സന്ധ്യാദേവിയെ സൃഷ്ടിച്ചു. അതിമനോഹരിയായിരിക്കണ സന്ധ്യ. താൻ സൃഷ്ടിച്ചത് തന്നെയാണെങ്കിലും ആ സന്ധ്യയെ ഇങ്ങനെ നോക്കിയിരിക്കെ ബ്രഹ്മദേവൻ്റെ മനസ്സിൽ നിന്ന് പ്രണയത്തോടുകൂടി ഒരു പുരുഷസ്വരൂപം ഉണ്ടായി എന്ന. ആ പുരുഷൻ്റെ പ്രത്യേകത എന്താ? 5 അമ്പുകളാണത്രേ കൈകളിൽ. ആ 5 അമ്പുകൾ സ്വതവേ മുറിവേൽപ്പിക്കാൻ ഉപയോഗിക്കണതാ അല്ലേ? പക്ഷേ ഇവിടെ ബാഹ്യമായ മുറിവൊന്നും ഈ അമ്പ് കൊണ്ട് ഉണ്ടാക്കില്ല. എന്താ? പൂവമ്പുകൾ എന്ന, പൂക്കളാണ് അമ്പുകളായിട്ടുള്ളത്. അപ്പോൾ പൂക്കൾ ശരീരത്തിൽ തട്ടിയാൽ വേദനയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് മുറിവേൽപ്പിക്കും. എവിടെ മുറിവേൽപ്പിക്കും? മനസ്സിനെ മുറിവേൽപ്പിക്കും എന്നാ. എന്താ? മന്മഥനാണല്ലോ. അപ്പോൾ 5 അമ്പുകൾ. അതുകൊണ്ടാണ് കാമദേവന് പുഷ്പശരൻ എന്നും സുമശരൻ എന്നും അല്ലേ, പൂവമ്പൻ, മലരമ്പൻ, ഇങ്ങനെ അനവധി പേരുകൾ കാമദേവന് പറയാറുണ്ട്. അരവിന്ദം, അശോകം, നിലോൽപ്പലം, ചൂതം, നവമാലിക, ഇങ്ങനെയുള്ള 5 പൂക്കളൊക്കെ ആയിട്ട്
5 അസ്ത്രങ്ങളുണ്ട് എന്നാ. അസ്ത്രങ്ങളുടെ പേരൊക്കെ വളരെ രസകരാട്ടോ. ഉന്മാദനം, ആദ്യത്തെ അസ്ത്രത്തിൻ്റെ പേര് ഉന്മാദനം. അർത്ഥമൊക്കെ നമ്മൾ ഊഹിച്ചാൽ മതി. പിന്നീട് താപനാണ്, തപിപ്പിക്കുകയാണ്. പിന്നീട് ശോഷണം, സ്തംഭനം, സമ്മോഹനം. ഇതാണ് അത്ര 5 അമ്പുകളെ. ആ വാക്കുകളുടെ അർത്ഥം ഒന്നിങ്ങനെ പഠിച്ചാൽ തന്നെ കാമദേവൻ്റെ പ്രവൃത്തി ഏതാണ്ട് മനസ്സിലാവും. ആദ്യം ഉന്മാദനാണ്. അപ്പം മനസ്സിൽ കാമങ്ങൾ വന്നാൽ ഉന്മാദമായ അവസ്ഥയായി. പിന്നീടോ താപനം, ആ ഉന്മാദം കൊണ്ട് തപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ തപിച്ചുകൊണ്ടിരുന്നാലോ ശോഷണം, അല്ലേ? ശരീരവും മനസ്സും ഒക്കെ ശോഷിക്കുകയായി. ഊണിന്നാസ്ഥ കുറഞ്ഞു നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി. ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, രാത്രി ഉറക്കം വരണില്ല, അല്ലേ? അപ്പം ശരീരമൊക്കെ ശോഷിച്ചു. പിന്നീട് സ്തംഭനം, പിന്നീട് സമ്മോഹനം. അപ്പം ഇതൊക്കെയാണ് കാമദേവൻ്റെ പ്രകൃതി എന്ന. അപ്പോൾ 5 അമ്പുകളോടുകൂടി സുമശരനായിക്കൊണ്ട് കാമദേവൻ. പക്ഷേ ഈ കാമദേവൻ അങ്ങോട്ട് വന്നില്ലേ, അദ്ദേഹം ബ്രഹ്മദേവനോട് ചോദിച്ചു അത്രേ, കം ദർപ്പയാമി എന്നാ ചോദിച്ചത്. എന്താ കം ദർപ്പയാമി എന്ന് പറഞ്ഞാൽ എന്താ അപ്പം ഞാൻ ചെയ്യേണ്ടത്? എന്നെ ജനിപ്പിച്ചത് അവിടെ നിന്നാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട ജോലി കൂടി ഒന്ന് പറഞ്ഞു തരൂ. ആ സമയത്ത് ബ്രഹ്മദേവൻ പറഞ്ഞു അത്രേ, നിനക്ക് നല്ലൊരു ജോലി തരാം. എന്താ അത്? കം ദർപ്പയാമി എന്നല്ലേ ചോദിച്ചത്. ആദ്യം നിനക്ക് പേരിടൽ അങ്ങോട്ട് നടത്താം, അല്ലേ? കം ദർപ്പയാമി എന്ന് ചോദിച്ചത് കൊണ്ട് നിന്റെ പേര് കംദർപ്പൻ. അപ്പം കാമദേവൻ്റെ ഒരു പേരാണ് കംദർപ്പൻ. ഇനി എന്താ നിന്റെ ജോലി? മനുഷ്യ മനസ്സുകളെ മോഹിപ്പിക്കുക, അതാണ് നിന്റെ ജോലി. അങ്ങനെയാണ് കാമദേവനുണ്ടായത് എന്ന. ഇതേ സമയത്താണ് മറ്റൊരു കഥ അരങ്ങേറണത്. മഹാദേവൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദക്ഷയാഗാനന്തരം സതീവിയോഗത്തിന് ശേഷം മഹാദേവൻ തപസ് ചെയ്യുന്നു. അപ്പോഴാണ് താരകാസുരൻ എന്ന് പറയുന്ന അസുരൻ, അദ്ദേഹം എന്താ വരം വാങ്ങിയതെന്നറിയോ? മഹാദേവൻ ഉണ്ടാവണ പുത്രൻ മാത്രമേ എന്നെ വധിക്കാവൂ. അപ്പം മഹാദേവൻ വിവാഹം കഴിച്ച് അതിൽ ഉണ്ണികൾ ഉണ്ടായിട്ട് വേണമല്ലോ എന്നെ വധിക്കാൻ. മഹാദേവൻ തപസ് ചെയ്യാണ്, വിവാഹം കഴിക്കണ ആലോചന പോലും ഇല്ല. അതുകൊണ്ട് താരകാസുരൻ വലിയ ശക്തിയോടുകൂടി ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കാൻ തുടങ്ങിയെന്ന. ഈ സമയത്താണ് നാരദ മഹർഷി ദേവലോകത്തെത്തുന്നത്. ദേവേന്ദ്രൻ പതിവ് പോലെ തൻ്റെ പരിദേവനങ്ങളൊക്കെ പറഞ്ഞു. താരകാസുരൻ്റെ ശല്യം അസഹ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മഹാദേവനൊരു പുത്രനുണ്ടായാലേ താരകാസുരനെ വധിക്കാൻ പറ്റൂ. മഹാദേവനാണെങ്കിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നാരദ മഹർഷി ഇന്ദ്രനോട് പറഞ്ഞത്രേ, അതിനൊരു സൂത്രമുണ്ട്. എന്താ? കാമദേവനെ വിളിച്ചിട്ട് ഏൽപ്പിക്കൂ. ഈ മഹാദേവൻ ധ്യാനനിമഗ്നായിട്ടിരിക്കല്ലേ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാമത്തെ ജനിപ്പിക്കാൻ കാമദേവന് സാധിക്കും. കാമദേവനെ പറഞ്ഞയച്ചു. കാമദേവൻ വസന്ത ഋതുവിൻ്റെ അകമ്പടിയോടുകൂടി അവിടെ എത്തുന്നു. ഈ പുഷ്പബാണങ്ങളൊക്കെ പ്രയോഗിക്കണു. മഹാദേവൻ കണ്ണ് ഒന്ന് തുറന്നു എന്ന. തൻ്റെ തപസ് ഇളക്കിയില്ലേ, ആ നേത്രാഗ്നിയിൽപ്പെട്ട് കാമദേവൻ ദഹിച്ചു പോയി. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, രുദ്രമന്യുനാദഗ്ധ്വാ, അല്ലേ? ആ മഹാദേവൻ്റെ നേത്രാഗ്നിയിൽപ്പെട്ട് കാമദേവൻ ഭസ്മമായി. ശരീരം നശിച്ചു പോയി, അംഗം നശിച്ചു പോയി. അന്ന് മുതൽ കാമദേവന് ഒരു പേരുകൂടി കിട്ടി, അനങ്കൻ, അംഗമില്ലാത്തയാൾ. ആ ശരീരം അംഗം ചാമ്പലായ സ്ഥലമാണത്രേ അംഗരാജ്യം എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത് എന്ന. പക്ഷേ കാമദേവൻ അനങ്കനായില്ലേ? അതോടുകൂടി നേരത്തെ സൂചിപ്പിച്ചില്ലേ, രതീദേവി വിവാഹം കഴിച്ചിരുന്നു കാമദേവൻ. രതീദേവി വിധവയായിട്ട് മാറി. വലിയ വിഷമായി. തൻ്റെ ഭർത്താവ് മരിക്കാൻ കാരണം മഹാദേവനല്ലേ? മഹാദേവനെ തന്നെ തപസ് ചെയ്തു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരാ വേണ്ടത് ചോദിക്കുകയാണ്. പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇപ്പം ഇല്ലല്ലോ, എനിക്ക് അദ്ദേഹത്തെ തന്നെ വരനായിട്ട് കിട്ടണം. അപ്പോൾ രതീദേവിയുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ വിഷമമൊക്കെ തോന്നി. മഹാദേവനെ പറഞ്ഞു, ആട്ടെ ഞാനൊരു വരം നൽകാം. എന്താ? ഈ കാമദേവൻ വീണ്ടും ജനിക്കും. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാനാഥനായിട്ട് വാഴുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണീ ദേവിയുടെയും പുത്രനായിക്കൊണ്ട് കാമദേവൻ ജനിക്കും. അന്ന് നിന്നെ വീണ്ടും വിവാഹം കഴിക്കും. കാലം താവൽ പ്രതീക്ഷത.
ആ രതി മായാവതി എന്ന പേരിൽ ശംബരാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. എന്തിനാ അപ്പോൾ ഈ ശംബരാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നത്? അത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും നമുക്ക് വ്യക്തമാവും. അപ്പം ഇതവിടെ ഓർമ്മിച്ച് വയ്ക്കുക. രതീദേവി മായാവതി എന്ന പേരിൽ ശംബരൻ്റെ കൊട്ടാരത്തിൽ മഹാനസം എന്ന് പറഞ്ഞാൽ അടുക്കളക്കാരിയായി, പാചകക്കാരിയായിട്ട് അവിടെ എത്തി. എന്താ അപ്പം അവിടെ എത്താൻ കാരണം എന്നാണെങ്കിൽ ശംബരാസുരനും ഒരു വരം വാങ്ങിയിട്ടുണ്ട്. ഈ അസുരന്മാരൊക്കെ നല്ല ബുദ്ധിവൈഭവമുള്ള ആൾക്കാരാ. അവർക്കറിയാം പൗരുഷം കൊണ്ടോ കരബലം കൊണ്ടോ മാത്രം വിജയം നേടാൻ പറ്റില്ല. അതിനെന്ത് വേണം? ഈശ്വരാനുഗ്രഹം വേണം. കഠിനമായ തപസ് ചെയ്തവരാണ് ഒട്ടുമിക്ക രാക്ഷസന്മാരും. പുരാണ കഥകളൊക്കെ നോക്കൂ അല്ലേ? ഹിരണ്യകശിപു ആവട്ടെ, ഹിരണ്യാക്ഷനാകട്ടെ, രാവണനാകട്ടെ, എല്ലാവരും തപസ് ചെയ്ത് വരബലം നേടും. മിക്കവാറും ഇവർക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്താ ഉണ്ടാവുക എന്നറിയോ? മരണം ഉണ്ടാവരുത്. ഇതാണ് മിക്കവാറും ഇവർ പ്രാർത്ഥിക്കുന്നൊരു വരം. അങ്ങനെ ഒരു അഭ്യർത്ഥന ഉണ്ടായാൽ അതിന് കൃത്യമായൊരു മറുപടി ഉണ്ട്. എന്താ? ജാതസ്യക്ക് ധ്രുവോ മൃത്യു, ജനിച്ചാൽ മരിച്ചേ പറ്റൂ. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ജനിക്കുക, മരിക്കുക, വീണ്ടും ജനിക്കുക, വീണ്ടും മരിക്കുക. അത് പ്രകൃതി നിയമമാണ്. ജനിച്ചന്നു തൊട്ടേ മരിക്കുന്നു ദേഹം, മരിച്ചന്നു തൊട്ടേ ജനിക്കുന്നു വീണ്ടും. മരിക്കാത്ത ദേഹിക്കിടയ്ക്കൊന്നിരിക്കാൻ എടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം. നോക്കൂ, ഇത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞത് അല്ലേ? ജനിച്ചന്നു തൊട്ടേ മരിക്കുന്നു ദേഹം, മരിച്ചന്നു തൊട്ടേ ജനിക്കുന്നു വീണ്ടും. മരിക്കാത്ത ദേഹിക്ക് ഇടയ്ക്ക് ഒന്നിരിക്കാൻ എടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം. അപ്പം അതുകൊണ്ട് ജനിച്ചാൽ മരിക്കണം. അപ്പം ഇവരെന്ത് ചെയ്യുന്നറിയോ? മരണം ഒഴിവാക്കാനുള്ള സാധ്യതകൾ. ഇപ്പോൾ ഹിരണ്യകശിപൊക്കെ എത്ര വരാ വാങ്ങിയത് അല്ലേ? പകല് കൊല്ലരുത്, രാത്രി കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത്, എത്ര വരങ്ങളാ. അതൊക്കെ ഭഗവാൻ ബ്രഹ്മദേവൻ അനുഗ്രഹിക്കും. തഥാസ്തു 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 അല്ലേ? ബ്രഹ്മദേവന് ഈ തഥാസ്തു തഥാസ്തു എന്ന് പറയാനേ സമയമുള്ളൂ. എന്താ അത്ര വരാ ചോദിക്കുക? അപ്പം പറയുമ്പോൾ തഥാസ്തു തഥാസ്തു തഥാസ്തു. ബ്രഹ്മദേവന് ഈ വരമൊക്കെ കൊടുത്താൽ മതി. ഇനി ഇതിനൊക്കെ മറികടക്കേണ്ട ചുമതല ആർക്കാ? ഗുരുവായൂരപ്പനാ. എന്താ? വിഷ്ണു സർവോപായ വിധീശ്വര. അതും എങ്ങനെയാ? ബ്രഹ്മദേവൻ്റെ വാക്കുകളൊക്കെ സത്യമാവും വേണം. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. ബ്രഹ്മദേവൻ്റെ വാക്കുകൾ വരങ്ങൾ അപ്രസക്തമാകരുത്. അതിനെ സത്യമാക്കിക്കൊണ്ട് വേണം മറികടക്കാൻ. പറഞ്ഞു വന്നത് ഇവിടെ ശംബരാസുരൻ വാങ്ങിയ വരം കാമദേവൻ മാത്രമേ എന്നെ വധിക്കാവൂ. ശംബരാസുരൻ ചിന്തിച്ചെന്താ? കാമദേവൻ മഹാദേവനെ നേത്രാഗ്നിയിൽപ്പെട്ട് ഭസ്മായി. ഇപ്പം കാമദേവൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആരും വധിക്കില്ല എന്ന ധൈര്യത്തോടു കൂടി പറഞ്ഞു. വരം കൊടുത്തു. ഓ, അങ്ങനെ ആവട്ടെ. പക്ഷെ നാരദ മഹർഷിയിൽ നിന്ന് ശംബരൻ മനസ്സിലാക്കി എന്താ? ഈ കാമദേവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണീ ദേവിയുടെയും പുത്രനായിട്ട് ജനിക്കാൻ പോകുന്നു. അങ്ങനെ ജനിച്ചാൽ അയാൾ എന്നെ വധിച്ചേക്കാം. ഇപ്പം രുക്മിണീ ദേവി പ്രദ്യുമ്നകുമാരന് ജന്മം നൽകി 6ാമത്തെ ദിവസം എന്നൊക്കെയാ പറയുക. അത്ര ആയിട്ടേ ഉള്ളൂ. മായാസ്വരൂപം സ്വീകരിച്ച ശംബരാസുരൻ ദ്വാരകയിലെത്തി ആ ഉണ്ണിയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാ. നേരത്തെ പറഞ്ഞില്ലേ, ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ഇടവിട്ടിട്ട, ഇരുളും വെളിച്ചവും ഇടവിട്ടാശ്ലേഷിക്കും എന്ന് പറയണത് പോലെ. അപ്പോൾ സുഖദുഃഖ സമ്മിശ്രമാണ് ഗാർഹസ്ഥ്യം. അതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണം ശ്രീകൃഷ്ണ ഭഗവാന് പോലും രുക്മിണീ ദേവിക്ക് പോലും ആ പുത്രനെ നഷ്ടപ്പെടാണ്ടായത്. പക്ഷേ വിധിയുടെ ഒരു വൈചിത്ര്യം നോക്കണം. കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആ ഉണ്ണിയെ ഒരു വലിയ മത്സ്യം ആഹരിച്ചു വിഴുങ്ങി എന്നാ. ശംബരാസുരൻ സമാധാനമായിട്ട് തിരിച്ചു പോയി 6 ദിവസമൊക്കെ പ്രായമുള്ളൊരു കുട്ടിയെ കടലിലേക്ക് വലിച്ചെറിഞ്ഞാൽ എത്ര സമയം ജീവിക്കും? ജീവിക്കില്ല.
പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കാൻ വയ്യ കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ സുനാമി തിരമാലകൾ വന്ന സമയത്ത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട്. വളരെ ചെറുപ്രായത്തിലുള്ളൊരു കൈക്കുഞ്ഞ് ഈ സുനാമി തിരയിൽപ്പെട്ട് കടലിൽ അകപ്പെടുകയും ഒരു പാറപ്പുറത്ത് പിടിച്ചു നിന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് തിരച്ചിലിനിടയിൽ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നത്. അപ്പോഴും അതിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന്. അപ്പോൾ നോക്കൂ, ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ അരക്ഷിതം തിഷ്ഠതി ദൈവരക്ഷിതം സുരക്ഷിതം ദൈവഹതം വിനശ്യതി. അരക്ഷിതം തിഷ്ഠതി ദൈവരക്ഷിതം. ആരും രക്ഷിക്കില്ല എന്ന് വിചാരിക്കണത് ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ അതിജീവിക്കും. സുരക്ഷിതം ദൈവഹതം വിനശ്യതി. നല്ല സുരക്ഷിതാണ് എന്ന് വിചാരിച്ച് കെട്ടിപ്പൂട്ടി ലോക്കറിൽ വെച്ച് ആ താക്കോലും കയ്യിൽ വെച്ച് ഇരിക്കുമ്പോഴാണ് പ്രളയം വരിക. ആ സേഫോട് കൂടി ഒലിച്ചു പോയി. സുരക്ഷിതം ദൈവഹതം വിനശ്യതി. ഇത്രയേ ഉള്ളൂ എന്നർത്ഥം. അപ്പം ഇവിടെ മത്സ്യം വിഴുങ്ങണു ഈ ഉണ്ണിയെ. മുക്കുവന്മാർ വല വീശിയപ്പോൾ ഈ മത്സ്യത്തെ കിട്ടി. നല്ലൊരു മത്സ്യത്തെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു അത്രേ, നമ്മളെ ഭരിക്കുന്ന രാജാവായിരിക്കുന്ന ശമ്പരാസുരന് ഈ മത്സ്യത്തെ കാഴ്ചവെക്കുക അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാവും അല്ലേ. ഓരോരുത്തർക്ക് എന്താണോ ഇഷ്ടം അതാണല്ലോ കാഴ്ചയായിട്ട് സമർപ്പിക്കുക. ഈ വലിയൊരു മത്സ്യത്തെ എടുത്തു കൊണ്ടുവന്ന് ശമ്പരാസുരൻ്റെ രാജധാനിയിലെത്തി അദ്ദേഹത്തിന് സമർപ്പിച്ചു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. വേഗം ആ മത്സ്യത്തെ പാചകപ്പുരയിലേക്ക്, അടുക്കളയിലേക്ക്, മഹാനസത്തിലേക്ക് കൊടുത്തയച്ചു എന്നാണ്. അവിടെ വെച്ച് പാചകം ചെയ്യാൻ വേണ്ടി ഈ മത്സ്യത്തെ കീറി മുറിച്ചില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉണ്ണി. നാരദ മഹർഷിയിൽ ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് മായാവതി അവിടെ ഉള്ളത്. മായാവതി വേഗം രഹസ്യമായിട്ട് ആ ഉണ്ണിയെ ശുശ്രൂഷിക്കാൻ തുടങ്ങി എന്നാ. എന്താ, ഇത് തൻ്റെ പതിയായിരിക്കണ കാമദേവനാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഉണ്ണി യൗവനപ്രായത്തിലേക്ക് എത്തിച്ചേർന്നു. സാതം പതിം പത്മദളായതേ ക്ഷണം പ്രലംബബാഹും നരലോകസുന്ദരം. 10ാമത്തെ ശ്ലോകം. സാതം പതിം പത്മദളായതേ ക്ഷണം പ്രലംബബാഹും നരലോകസുന്ദരം. പത്മദളായതേ ക്ഷണം എടുത്തു പറഞ്ഞു. എന്താ കാരണം? അത് ഭഗവാന് മാത്രം അവകാശപ്പെട്ടതാ. തമത്ഭുതം ബാലകം അംബുജേക്ഷണം. ആ താമരക്കണ്ണൻ എന്ന പദവി ഗുരുവായൂരപ്പന് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, സർവത്തോ അനവമപ്പിതു. പിതാവിൽ നിന്നും ഒട്ടും താഴെ അല്ലാത്തതുകൊണ്ട് പത്മദളായതേ ക്ഷണം. ഭഗവാന്റെ അതേ തൃക്കണ്ണുകൾ പ്രദ്യുമ്നകുമാരനുണ്ട് എന്നാണ്. നരലോകസുന്ദരം. അതിസുന്ദരനായിട്ട് ആ ഉണ്ണി ഇങ്ങോട്ട് വളർന്നില്ലേ. മാതൃഭാവമതിക്രമ്യ വർത്തസേ കാമിനീയഥാ. അതുവരെ അമ്മയെപ്പോലെ ശുശ്രൂഷിച്ച മായാവതി ഈ ഉണ്ണി യൗവനപ്രായമായില്ലേ. വർത്തസേ കാമിനി. ഭാര്യയെപ്പോലെയോ കാമുകിയെപ്പോലെയോ ഒക്കെ പെരുമാറാൻ തുടങ്ങി. പ്രദ്യുമ്നകുമാരൻ ചോദിച്ചു, ഉത്തരം അമ്മ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറണത്? അപ്പോഴാണ് മായാവതി പറഞ്ഞത്, അങ്ങ് കാമദേവനാണ്, ഞാൻ അങ്ങയുടെ പത്നിയായിരിക്കുന്ന രതിയാണ്, ശമ്പരാസുനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് അവതരിച്ചിട്ടുള്ളത്. മാത്രമല്ല 6ാമത്തെ ദിവസം ഉണ്ണിയെ പിരിഞ്ഞ ഒരമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ 15ാമത്തെ ശ്ലോകം വളരെ പരിശോചതി തേ മാതാ കുരരീവഗത പ്രജാ പുത്രസ്നേഹാകുലാദീന വിവത്സാ ഗൗരിവാകുലാം. രുക്മിണീ ദേവിയുടെ കാത്തിരിപ്പിനെ കുറിച്ച് പറയാം. കുരരീവഗത പ്രജാ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുരരിപ്പക്ഷിയെപ്പോലെ. കുരരിപ്പക്ഷി നമ്മൾ 24 ഗുരുനാഥന്മാരുടെ കഥ പറയുമ്പോൾ അവിടെ പറയും ചെറിയൊരു കുരുവി. പിന്നീടോ വിവത്സാ ഗൗരിവാകുലാ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട പശുവിനെ പോലെ. അപ്പം 2 ഉദാഹരണം അവിടെ കൊടുത്തത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുരരിപ്പക്ഷിയെപ്പോലെ, കിടാവിനെ നഷ്ടപ്പെട്ട അമ്മ പശുവിനെ പോലെ ഒരു കാത്തിരിപ്പ്. ഏതാണ്ട് ഇതേപോലൊരു കാത്തിരിപ്പ് ആ വൃത്രാസുരൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടു അല്ലേ. അജാതപക്ഷായിവ മാതരം ഗഗാഹ
സ്തന്യം യഥാ വത്സതരാക്ഷുതാർത്ഥ പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷതി ദൃക്ഷതേ ത്വാം. ഭഗവാനെ കാണാൻ വേണ്ടി അജാതപക്ഷായിവ മാതരം ഗഗാഹ. ചിറക് മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ അമ്മ പക്ഷിയെ കാത്തിരിക്കുന്നത് പോലെ സ്തന്യം യഥാ വത്സതരാക്ഷുതാർത്ഥ. വിശന്നു തളർന്ന പശുക്കുട്ടികൾ അമ്മ പശുവിൻ്റെ പാല് കുടിക്കാൻ കാത്തിരിക്കുന്നത് പോലെ ഇവിടെ അതിൻ്റെ നേരെ വിപരീതം. അവിടെ കുഞ്ഞുങ്ങൾ അമ്മയെയാണ് കാത്തിരുന്നതെങ്കിൽ ഇവിടെ അമ്മ കുഞ്ഞിനെ കാത്തിരിക്കുന്നു. കുഞ്ഞ് നഷ്ടപ്പെട്ട കുരരിപ്പക്ഷിയെ പോലെ, കിടാവിനെ നഷ്ടപ്പെട്ട ആ അമ്മ പശുവിനെ പോലെ കാത്തിരിപ്പ് എന്നാണ്. വൃത്രാസുരൻ്റെ ആ ശ്ലോകത്തിൽ മൂന്നാമത്തെ ശ്ലോകം പ്രിയം പ്രിയേവവ്യുഷിതം വിഷണ്ണ. ഭർത്താവിനെ കാത്തിരിക്കുന്ന പത്നിയെപ്പോലെ രതീദേവിയുടെ കാത്തിരിപ്പും അവിടെയുണ്ട് അല്ലേ? അപ്പം ആദ്യത്തെ രണ്ട് ഉപമ ഇവിടേക്കും ചേരും. അത് രുക്മിണി ദേവിയുടെ കാത്തിരിപ്പ്. മൂന്നാമത്തെ ഉപമ രതീദേവിയുടെ കാത്തിരിപ്പ്. രതീദേവിയുടെ കാത്തിരിപ്പിന് ഇപ്പോൾ അവസാനമായി. ഇനി എന്ത് വേണം? രുക്മിണി ദേവിയുടെ കാത്തിരിപ്പ് അവസാനിക്കണ്ടേ? എത്ര സമയമായി കയറായി, വേഗം അവിടെ എത്തണ്ടേ എന്നുള്ളത് കൊണ്ട് ഒരു വിദ്യ പഠിപ്പിച്ചു എന്നാ. നമ്മൾ ഇവിടുന്ന് ഈ ശമ്പരാസുരനൊക്കെ വധിച്ചിട്ട് ദ്വാരകയിലെത്തുമ്പോഴേക്കും അനവധി സമയമാവും. ഇനി ഒട്ടും സമയം കളയാനില്ല, വളരെ വേഗം നമുക്ക് ദ്വാരകയിലെത്തണം. അതുകൊണ്ട് ഒരു വിദ്യ പഠിപ്പിച്ചു. മായാവതി എന്നാ പേരെന്നെ അല്ലേ? നല്ല മായാവിദ്യകൾ അറിയണവള. അവൾ ഒരു വലിയ 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 വിദ്യകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ വിദ്യകളെയാണ് മഹാമായ എന്ന് പറയാം. മഹാമായ എന്നൊരു വിദ്യ പഠിപ്പിച്ചു എന്ന്. എന്താ മായാവിദ്യകൾ? അതനുസരിച്ച് ശമ്പരാസുരനുമായിട്ട് യുദ്ധം. 17-ാമത്തെ ശ്ലോകം. അവിടെ ചെന്ന് നിന്ദാവാക്കുകളൊക്കെ പറഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചു എന്നാ. ഒരാളെ വെറുതെ ചെന്നിട്ട് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യം എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രകോപിതനാക്കണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ശാന്തമായിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അടുത്ത് ചെന്നിട്ട് ചെവിയിൽ പറഞ്ഞാൽ മതി അല്ലേ? ശാന്തനായിരിക്കുന്ന ആൾ കാണാം, പിന്നെ നരസിംഹസ്വരൂപം സ്വീകരിച്ചു വരുന്നത് കാണാം അല്ലേ? ശാന്തനായിരിക്കുന്ന ശമ്പരാസുരൻ സ്വതവേ രജോഗുണാധിക്കുള്ള ആളാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു, നിന്ദാവാക്കുകളൊക്കെ പറഞ്ഞു. എന്താ? ഇതുവരെ ശമ്പരൻ സ്തുതി മാത്രമേ കേട്ട് ശീലിച്ചിട്ടുള്ളൂ. ഒരു നിന്ദ കേട്ടപ്പോൾ, അതുകൊണ്ടല്ലേ ഭഗവാൻ പറഞ്ഞത് എങ്ങനെ വേണം? തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ ഏന കേനച്ചിൽ. നിന്ദാസ്തുതികളെ ഒരുപോലെ സ്വീകരിക്കണം എന്നാ സാത്വികന്മാർ. ഇവിടെ രജോ ഗുണപ്രധാനിയായിരിക്കുന്ന ശമ്പരാസുരൻ എന്താ പ്രകോപിതനാവണു. യുദ്ധം തുടങ്ങി. യുദ്ധത്തൊക്കെ വർണ്ണിക്കും. പക്ഷെ മായാവിദ്യകളൊക്കെ പ്രയോഗിച്ചു ശമ്പരാസുരൻ. ഇവിടെ മായാവതി പഠിപ്പിച്ച മഹാമായ കൊണ്ട് ശമ്പരാസുരനെ വധിച്ച് മായാശക്തി കൊണ്ട് ആകാശമാർഗത്തിലൂടെ എന്താ വേഗം ദ്വാരകയിൽ എത്തണ്ടേ? പ്രദ്യുമ്നകുമാരൻ തൻ്റെ ഭാര്യയായിരിക്കുന്ന മായാവതിയെയും സ്വീകരിച്ച് സാക്ഷാൽ കാമദേവൻ രതീദേവിയോടൊപ്പം ആകാശമാർഗത്തിൽ ദ്വാരകയിൽ എത്തിച്ചേരുന്നു. 27-ാമത്തെ ശ്ലോകം. തം ദൃഷ്ട്വാ ജലതശ്യാമം പീതകൗശേയവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം. എന്തൊക്കെ വിശേഷണ ഗുരുവായൂരപ്പന് കൊടുക്കണം, അതേ വിശേഷണമൊക്കെ പുത്രനായ പ്രദ്യുമ്നകുമാരനും കൊടുത്തു. പീതകൗശേയവാസസം ജലതശ്യാമം, നീലശ്യാമളവർണ്ണനായിട്ട് പഞ്ഞപ്പട്ടുടുത്തുകൊണ്ട് ആ പ്രദ്യുമ്നകുമാരൻ അങ്ങോട്ട് എത്തിയില്ലേ? ശൃംഗാരരസ സർവസ്വം ശിഖിപിഞ്ച വിഭൂഷണം അംഗീകൃത നരാകാരമാശ്രയേ ഭുവനാശ്രയം. അതേ സ്വരൂപാണ് പ്രദ്യുമ്നകുമാരനും. ഈ ഉണ്ണി അങ്ങോട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയിത്രേ, ശ്രീകൃഷ്ണ ഭഗവാനല്ലേ ഈ വരണത് എന്ന്. രുക്മിണി ദേവിക്കാകട്ടെ സ്നേഹസ്നുത പയോധരാ, സ്തന്യം ചുരന്നു എന്നാ പറയുമ്പോൾ ചെറിയ കുഞ്ഞൊന്നുമല്ല, നല്ല യുവകോമള സ്വരൂപത്തിലാണ് അദ്ദേഹം വരണത്. പക്ഷെ എന്താണെന്നറിയില്ല, ആ വാമഭാഗം തുടിക്കണു, സ്തന്യമൊക്കെ ഇതാ ചുരന്നു കഴിഞ്ഞു. എന്തോ ഒരു അത്ഭുതം തോന്നുകയാണ്. നാരദ മഹർഷി അവിടെ എത്തി എല്ലാം പറഞ്ഞു എന്നാ. നഷ്ടപ്പെട്ട പുത്രനെ തിരിച്ച് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അല്ലേ? അങ്ങനെയാണല്ലോ. ആദ്യമായിട്ടൊരു ഉണ്ണിണ്ടാവണേക്കാൾ സന്തോഷമാവൂത്രേ ഒരു ഉണ്ണിണ്ടായി നഷ്ടപ്പെട്ട് അത് തിരിച്ചു കിട്ടുമ്പോൾ. മഹാത്മാഗാന്ധിജിയുടെ ഒരു കഥ പറയും. ഇദ്ദേഹം ഒരു ദിവസം
മുറിയിൽ മുഴുവൻ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ് അത്രേ. എല്ലാവരും ചോദിച്ചു, എന്താ അങ്ങ് തിരയണത്? അത് ഒരു പെൻസിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ തിരഞ്ഞ് അവസാനം പെൻസിൽ കിട്ടി. നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ വലിപ്പം, ചെറിയൊരു കുറ്റി പെൻസിലാണ്. ഈ സമയത്ത് മറ്റുള്ളവർ പറഞ്ഞു അത്രേ, അങ്ങേക്ക് എത്ര പെൻസിൽ വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങി തരുമല്ലോ, ഈ ചെറിയൊരു കുറ്റി പെൻസിലിന് വേണ്ടിയിട്ട് എന്തിനാ തിരഞ്ഞത് എന്ന്. ഗാന്ധിജി പറഞ്ഞു, അത് കിട്ടുമ്പോൾ, തിരിച്ച് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം എത്ര പുതിയത് വാങ്ങിയാലും ഉണ്ടാവില്ല, അല്ലേ? നമുക്കൊക്കെ അനുഭവമല്ലേ, നഷ്ടപ്പെട്ടൊരു സാധനം ഓർമ്മയില്ല, വേറെ എന്തെങ്കിലും തിരയണ കൂട്ടത്തിൽ പെട്ടെന്നത് കിട്ടുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ട്, നിസാരാണെങ്കിൽ പോലും, അല്ലേ? അപ്പോൾ നോക്കൂ, ആദ്യം വലിയൊരു ദുഃഖം, പിന്നീട് അതിനെ മറികടക്കണ സന്തോഷം. ഭഗവാന്റെ ഗാർഹസ്ഥ്യത്തിൽ നമ്മൾ പഠിക്കണു, ദുഃഖമുണ്ടോ സുഖമുണ്ടാവും, സുഖമുണ്ടോ ദുഃഖമുണ്ടാവും. ഇതെപ്പോഴാണ് നടക്കണതെന്നാണെങ്കിൽ, രുക്മിണി പരിണയത്തിന് ശേഷം ജാമ്പവതിയെ പരിണയിക്കുന്നതിന് മുമ്പാണ് പ്രദ്യുമ്നകുമാരൻ്റെ ജനനം. പിന്നീടോ ശമ്പരാസുരൻ്റെ കൊട്ടാരത്തിലൊക്കെ വളർന്ന് തിരിച്ചെത്തുമ്പോഴേക്കും ഇവിടെ എന്തായിട്ടുണ്ട്? ജാമ്പവതിയുടെ പരിണയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ ജാമ്പവാൻ്റെ അടുത്തേക്ക് ചെല്ലണതും, ജാമ്പവാൻ ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യണ രംഗമൊക്കെ ഉണ്ട്. മുഷ്ടി കൊണ്ടു ഹനിച്ചതും ബഹുകഷ്ടമായി വിട കൊണ്ടതും നിഷ്ഠുരം പിടിപെട്ടതും ചില തട്ടുമുട്ടുകൾ ചെയ്തതും വാലുകൊണ്ടടിയിട്ടതും മമ കാലുകൊണ്ടിഹ തൊട്ടതും പീലിജാലമുടിച്ചതും വനമാല വന്നു പിടിച്ചതും നന്ദനന്ദന സുന്ദരാനന നന്ദനീയ ഗുണാംബുധേ കുന്ദസുന്ദര മന്ദഹാസ മുകുന്ദ മാധവ പാഹി മാം ചഞ്ചലായത ചാരുലോചന പഞ്ചബാണ സമാകൃതേ ചഞ്ചലാമല നീലകുന്തള മഞ്ജുളാനന പാഹി മാം നന്ദനന്ദന സുന്ദരാനന നന്ദനീയ ഗുണാംബുധേ കുന്ദസുന്ദര മന്ദഹാസ മുകുന്ദ മാധവ പാഹി മാം ചഞ്ചലായത ചാരുലോചന പഞ്ചബാണ സമാകൃതേ ചഞ്ചലാമല നീലകുന്തള മഞ്ജുളാനന പാഹി മാം. ഇനി ഇതാ ആ ജാമ്പവതി പരിണയ കഥയിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുകയാണ്. ഈ ജാമ്പവാന്റെ സ്തുതിയോട് കൂടിയിട്ട് നമുക്ക് ഈ പ്രദ്യുമ്ന ചരിതത്തെയും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. കൃഷ്ണ രാമ മുകുന്ദ മാധവ വാസുദേവ ജഗൽഗുരോ മത്സ്യകച്ഛപ നാരസിംഹ വരാഹ രാഘവ പാഹി മാം ദേവദാനവ നാരദാദി മുനീന്ദ്രവന്ദ്യദയാനിധേ ദേവകീസുത ദേഹി മേ തവ പാദഭക്തിമചഞ്ചലാം ദേവകീസുത ദേഹി മേ തവ പാദഭക്തിം അചഞ്ചലാം. രാമ രാമ നമോസ്തുതേ ജയ രാഘവായ നമോസ്തുതേ രാമചന്ദ്ര നമോസ്തുതേ ജയ വാസുദേവ നമോസ്തുതേ വാസുദേവ നമോസ്തുതേ ജയ വാസുദേവ നമോസ്തുതേ വാസുദേവ നമോസ്തുതേ ജയ മാരുതേശ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമായി വരേണമഖിലം ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിൽ ആഗ്രഹമുറം നീടായിക മറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറെ മിന്നീടുമീ ബാലബ്രഹ്മം അകക്കുരുന്നിൽ വിളയാടേണം നമുക്കങ്ങനെ. സുസ്തി പ്രജാഭ്യ പരിപാലയം താം ന്യായേണ മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഇതുവരെ ഭഗവാന്റെ ഗാർഹസ്ഥ്യം എന്ന വിഷയത്തെ തീർച്ചയായും നമ്മളോട് സംസാരിച്ച കുളത്തൂർ ശ്രീ ജയകൃഷ്ണൻ മാസ്റ്റർ മലപ്പുറം അവർക്ക് സത്യസമയുടെയും ഭക്തജനങ്ങളുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത വിഷയം ശമന്തകോപാഖ്യാനം എന്ന വിഷയത്തെ തീർച്ചയായും നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ കൂനമ്പള്ളി ശ്രീറാം നമ്പൂതിരി ഗുരുവായൂർ അവർകളാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുക.